This is a musician or music composer's movie in a way. So much of real estate composed. And I feel honored to work with Mr. Blessing, Mr. Ben, Mr. Raj, and the whole team. They have given their soul to this movie. And looking at them reaffirms my faith in cinema. And he's made a Malayalam Lawrence Olivier. Thank you. I hope you enjoy this movie and support this. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാളുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിൽ ഇരുന്ന് എഴുതിയ കുറച്ചു വരികൾ പിന്നീട് സമൂഹം ഏറ്റെടുത്തു. ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 14 വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിന്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുകയാണ്. ആ രംഗം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു. ഇതിൽപ്പരം എന്ത് അനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാവേണ്ടത്. മാർച്ച് 28 നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ്. കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ്. കാര്യങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെയും പോലെ എനിക്കും കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമ മുകളിലേക്ക് വരാൻ കഴിയും, നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നുവെന്ന എഴുത്തുകാരൻ എന്ന എനിക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാൻ കഴിയും. ബ്ലസ്സി എന്ന സംവിധായകൻ, പൃഥ്വിരാജ് എന്ന അഭിനേതാവ്, ഏവർക്കുമാൻ എന്ന് പറയുന്ന വലിയ സംഗീതത്തിൽ, സുനിലിന്റെ ക്യാമറ, 4 കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയിൽ ഉജ്ജ്വലങ്ങളിൽ ഉജ്ജ്വലം ആക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെതിരെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ, അണിയറ പ്രവർത്തകർ ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ. ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ, ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുക. രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത്. അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറ് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് 10 അറ്റ്ലൈക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുകയാണ്. അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും റഹ്മാൻ സാറ് നേരിട്ട് അത് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു
ഈ ഒരു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെ കുറിച്ച് പലരും സംശയത്തോടുകൂടി ചോദിക്കും. മ്യൂസിക്കലിന്റെ ഒരു റെക്കോർഡിംഗാണ്, പക്ഷെ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത്. പക്ഷെ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ പല ഒരു റെക്കോർഡിങ്ങിന്റെ ലെവലിലായിരിക്കും ഒരു വലിയൊരു പാട്ടുകളൊക്കെ കടന്ന് നമുക്ക് പിന്നീട് പറയാം. അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഇതിന്റെ മാർച്ച് ചെഞ്ചിന് നടത്തിയാണ്. അതിനും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവിട്ട സാർ എല്ലാവരോടും നിങ്ങളെല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കും.